Hi, hello and welcome back to our channel My Cooking Stories. ഇന്ന് അപ്പോൾ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. ഗോതമ്പ് പൊടി വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു അപ്പമാണ് ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ എന്നും നമ്മൾ കഴിക്കുന്ന ബ്രേക്ക്ഫാസ്റ്റിൽ നിന്ന് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റിയ നല്ല ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണിത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഇതിലേക്ക് ആദ്യം തന്നെ നമുക്ക് ഒരു കപ്പ് ഗോതമ്പ് പൊടിയാണ് വേണ്ടത്. പിന്നെ നമുക്ക് വേണ്ടത് അര കപ്പ് റവയാണ്. അപ്പോൾ അത് വറുത്ത റവയോ വറുക്കാത്ത റവയോ ഏത് വേണമെങ്കിൽ ഇതിലേക്ക് യൂസ് ചെയ്യാം. പിന്നെ നമുക്ക് വേണ്ടത് അര കപ്പ് തൈരാണ്, അധികം പുളിയില്ലാത്ത തൈര്. അപ്പോൾ ഇത്രയും നമുക്ക് ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇത് കുറച്ചിങ്ങനെ ഒരു ബാറ്റർ പോലെ ഒന്ന് ലൂസാക്കിയിട്ടെടുക്കാം. ഇതിലേക്ക് നമുക്ക് പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ഇട്ട് കൊടുക്കാം. ഇത്രയും ഇട്ടിട്ട് നമുക്ക് ഈ ഒരു ബാറ്റർ നമ്മൾ ദോശമാവ് ഇഡ്ഡലി മാവൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു പരുവത്തിലാണ് നമുക്കൊരു ബാറ്റർ ഉണ്ടാക്കി എടുക്കേണ്ടത്. പിന്നെ നമ്മളിപ്പം ഇതിൽ ബേക്കിംഗ് സോഡ ഇടുന്നില്ല എന്നുണ്ടെങ്കിൽ ഇത് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഇതിപ്പോൾ നമ്മൾ ഇൻസ്റ്റൻ്റ് ആയിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇതിലേക്ക് ഞാൻ ബേക്കിംഗ് സോഡ ആഡ് ചെയ്തത്. ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ ഈ ഒരു അപ്പം ഉണ്ടാക്കാം. അപ്പോൾ ഇത് നമ്മൾ ആവിയിൽ വേവിച്ചിട്ടാണ് ഈ ഒരു അപ്പം ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ ഇതുപോലത്തെ ഒരു സ്റ്റീമർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഈ ഒരു സ്റ്റീൽ പ്ലേറ്റിൽ കുറച്ച് എണ്ണ തടവിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1-2 സ്പൂൺ ഈ ഒരു ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഇത് മൂടി വെച്ചിട്ട് ആവിയിൽ ഇത് വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് തുറന്ന് നോക്കാം. ഒരു ടൂത്ത് പിക്ക് കൊണ്ട് ഇതുപോലെ ഒന്ന് നമുക്ക് കുത്തി നോക്കി അറിയാൻ പറ്റും ഈ ഒരു അപ്പം റെഡി ആയിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇത് റെഡി ആവും. അപ്പോൾ അത് കുത്തി വെക്കുമ്പം ആ ഒരു ടൂത്ത് പിക്കിൽ ഇങ്ങനെ ബാറ്ററൊന്നും ആയിട്ടില്ല. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈസി ആയിട്ടുള്ള ഈ ഒരു അപ്പം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഞാനിപ്പോൾ ഇവിടെ തേങ്ങാ ചട്നീൻ്റെ കൂടെയാണ് സെർവ് ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് അല്ലെങ്കിൽ നല്ല തക്കാളി ചട്നീൻ്റെ കൂടിയോ അല്ലെങ്കിൽ നല്ല സ്പൈസി ആയിട്ടുള്ള ഏതൊരു കറീൻ്റെ കൂടിയും നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്സ് ഒക്കെ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. പിന്നെ ബെൽ ബട്ടൺ പ്രസ് ചെയ്താൽ കൂടുതൽ വീഡിയോസ് കാണാൻ പറ്റും. ഇപ്പോൾ അടുത്ത നല്ല വീഡിയോ ആയിട്ട് വരാം. താങ്ക്